നിങ്ങളുടെ കുടുംബത്തിലെ കുറവുകൾ കെട്ടിയവനെ അറിയിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഇക്കാക്ക എല്ലാം അറിയണം, എൻ്റെ ഇക്കാക്ക എല്ലാം അറിയണം എന്ന് പറഞ്ഞിട്ട് പതിയെ പതിയെ നിൻ്റെ വാപ്പാടെ കുറവുകൾ. പണ്ടില്ലേക്കാക്ക എൻ്റെ വാപ്പ വീഡിയോയിലേക്ക് വരുന്നു, പിന്നെ ഞാനും ഉമ്മച്ചിയും കൂടെയാണ് വാപ്പീനെ പിടിച്ചത്. അപ്പോൾ കെട്ടിയവനെ മനസ്സിൽ ലഡു പൊട്ടി, ഇനിയിപ്പോൾ അയാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വരികയാണെങ്കിൽ ഈ വിഷയം എടുത്തിടാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ ലഡു പൊട്ടിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്. അതായത് ബാപ്പാടെയും ഉമ്മാടെയും വീട്ടിലെ സഹോദരങ്ങളുടെയൊക്കെ കുറ്റവും കുറവുകളും ഒരിക്കലും ഭർത്താവിനോട് പങ്കുവെക്കരുത്. അത് ജീവിതം തകർക്കും. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായെന്ന് വെക്കുക, ഇടപെടാൻ വരുന്ന വാപ്പക്കും ഉമ്മക്കും വില ഉണ്ടാകണം ഭർത്താവിൻ്റെ മുമ്പിൽ. ആ വില നിങ്ങൾ തന്നെ ചിലപ്പോൾ പിടിച്ച് കളഞ്ഞിട്ടുണ്ടാവും. ഇതെപ്പോഴാണ് നിങ്ങൾ ചിന്തിക്കാമെന്നറിയോ? ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ പടച്ചോനെ വാപ്പനെ കുറിച്ച് പറയണ്ടായിരുന്നു, ഇതിനെക്കുറിച്ച് പറയണ്ടായിരുന്നു, ഇപ്പോൾ ക്യാക്ക് ഒരു വിലയില്ലാണ്ടായി, എനിക്ക് പോകാനൊരു ഇടമില്ലാണ്ടായി, എൻ്റെ വാപ്പാനും ഉമ്മാനൊരു വിലയില്ലാണ്ടായി. ഈ അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വാപ്പാടും ഉമ്മാടെയും കുറ്റവും കുറവും നിങ്ങളോട് ഒരിക്കലും ഭർത്താവിനോട് പറയരുത്. അതിൽ തന്നെ ഭർത്താവും വീട്ടിലെ കുറ്റവും കുറവും ഭാര്യനോട് പറയണ്ട. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയണം. എല്ലാം ഭർത്താവ് അറിയണം, എല്ലാം ഭാര്യ അറിയണം എന്നൊക്കെ വെറുതെയാണ്, അതൊക്കെ തെറ്റാണ്. അതിലൊന്നും കാര്യമില്ല. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്കിടയിലുള്ള കാര്യങ്ങളൊക്കെ മനോഹരമാക്കി പോവുക. മനസ്സിലായോ? പരസ്പരം ഉമ്മാടെയും പാപ്പാടെയും കുറ്റം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തതുകൊണ്ട് നിങ്ങൾക്കൊന്നും കിട്ടാനില്ല. മാത്രമല്ല പ്രശ്നങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല ഭർത്താവിന് നിങ്ങളെക്കുറിച്ച് വലിയൊരു മതിപ്പില്ലാതെയാവും. ഇങ്ങനെ ഒരു തന്തയുടെയും തള്ളയുടെയും മോളായിരുന്നു ഇവള്. എൻ്റെ പടച്ചോനെ, അയാളെ കണ്ടപ്പോൾ എന്തൊരു മാന്യനാണ്, എത്ര തറയിരുന്ന ധാരാളം കൊണ്ട് പറയിപ്പിച്ചതാരാ? നമ്മൾ തന്നെ. അപ്പോൾ സൂക്ഷിക്കുക, ഈ വർത്താനം ഭർത്താവിനോട് പറയരുത് എന്നുള്ളതാണ്.